ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമുക്ക് കുറേ കമൻറ്റ് വരുന്നതാണ്. ഞങ്ങൾ ആക്ച്വലി ഗൂഗിൾ പേ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഫോൺ പേ അല്ലെങ്കിൽ ഏതെങ്കിലും UPI ആപ്പ് ഉപയോഗിച്ചിട്ട് അറിയാണ്ട് നമ്മൾ സെൻഡ് കൊടുക്കേണ്ട ആൾക്ക് നമ്പർ മാറിയിട്ട് തെറ്റി നമ്പർ അയച്ചു, അല്ലെങ്കിൽ എന്താ പറയുക, എമൗണ്ട് അയക്കുന്നത് 5000 ആയിരുന്നു, 50,000 അതിന് പകരം അയച്ചു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിച്ചിട്ട് ഇഷ്ടം പോലെ അതുപോലെ കമൻറ്റ് വരുന്നതാണ്. അതുപോലെ തന്നെ കുറേ പേർക്കുള്ള സംശയം തന്നെയായിരിക്കും ഈ സാധനം. ഇത് ആക്ച്വലി ഇങ്ങനെ നിങ്ങൾ UPI ത്രൂ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ ആൾ മാറി പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള പ്രൊസീജിയറാണ്. നമുക്ക് ആക്ച്വലി ഇത് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമുക്ക് തിരിച്ച് റിവേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്നാണ് നമ്മളൊന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ള് കാണാൻ മറക്കണ്ട. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വന്നുവാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക് ഫിനാൻസിൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ, പേജ് ഫോളോ അടിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, കമൻറ്റ് ചെയ്താലും മതി. എല്ലാ കമൻറ്റും പോകുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ പേയിലോ ഫോൺ പേയിലൊക്കെ നിങ്ങൾ ഇതുപോലെ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും ഇപ്പോൾ എമൗണ്ട് ആയിട്ട് നിങ്ങൾ അയച്ചു കൊടുത്തു വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി ഗൂഗിൾ പേൻ്റെ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഗൂഗിൾ പേ എടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ പേ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഗൂഗിൾ പേ സപ്പോർട്ടിൽ കയറിയിട്ട് നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ID വേണം, എമൗണ്ട് എത്രയാണെന്ന് വേണം, അതുപോലെ തന്നെ സെൻഡ് ചെയ്ത് കൊടുത്ത ആർക്കാണോ സെൻഡ് ചെയ്ത് കൊടുത്തത് ആളുടെ UPI ID വേണം. ഈ 3 ഡാറ്റാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഗൂഗിൾ പേയിൽ നിങ്ങൾക്ക് എന്താ പറയുക, അവരെ സപ്പോർട്ട് സെക്ഷനിൽ കയറിയിട്ട് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതും മാത്രമല്ല, അതിനുശേഷം നിങ്ങൾ NPCIൻ്റെ വെബ്സൈറ്റിൽ പോകാം. NPCI ഗൂഗിൾ അടിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കിട്ടും. NPCI.org.in എന്നൊരു വെബ്സൈറ്റിൽ കിട്ടും. അതിൽ വാട്ട് വി ഡു എന്നൊരു സെക്ഷൻ ഉണ്ട്. അതിൽ UPI എന്ന് പറഞ്ഞ സെക്ഷൻ നിങ്ങൾക്ക് കാണാം. അതിൽ കയറിയിട്ട് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ ഈ 2 ഓപ്ഷൻ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും മാക്സിമം നിങ്ങൾക്ക് എമൗണ്ട് റിവേഴ്സ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ആക്ച്വലി ഇപ്പോൾ NPCI തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിട്ട് കാശ് അയച്ചു കൊടുക്കുക സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്സ് എത്രയും പെട്ടെന്ന് ചെയ്യാൻ നോക്കുക. നമ്മളിപ്പോൾ ഒരു ക്യാഷ് അയച്ചു കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങളിങ്ങനെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നു അത്രയും ചാൻസ് കൂടുതലായിരിക്കും നിങ്ങൾക്ക് ഈ എമൗണ്ട് റീഫണ്ട് ആയിട്ട് അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്ത് വരാനുള്ള എന്താ പറയുക ഒരു പെർസെൻറ്റേജ് കിട്ടുക. അപ്പോൾ ഇത് എല്ലാത്തിലും അങ്ങനെ തന്നെ. നിങ്ങളിപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡിൽ പോയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ബാങ്കിങ്ങിലായിക്കോട്ടെ ഫ്രോഡ് നടന്നു, എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്ത് നോക്കുക. അതിപ്പോൾ RBI ഒക്കെ പറയുന്നത് അങ്ങനെയാണ്. നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നു അത്രയും ചാൻസ് കൂടുതലായിരിക്കും നമുക്ക് ആ എമൗണ്ട് തിരിച്ച് കിട്ടാൻ റിവേഴ്സ് ചെയ്യാൻ. അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റിലൊക്കെ നിങ്ങൾ ഓൾറെഡി അറിയുന്നതായിരിക്കും. നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എമൗണ്ട് പ്രത്യേകിച്ച് മർച്ചൻറ്റിനാകുമ്പോൾ ഇത് ആക്ച്വലി UPI നമുക്ക് മർച്ചൻറ്റിനും ഉണ്ട്, നോർമലും ഉണ്ട് കേട്ടോ. ഇപ്പോൾ മർച്ചൻറ്റിനാണെങ്കിൽ നമുക്ക് നമ്മളിപ്പോൾ അയച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ആളുടെ ഇതിലിപ്പോൾ അക്കൗണ്ടിൽ പോയിട്ട് ക്രെഡിറ്റ് ആവില്ല. നമ്മൾ ക്രെഡിറ്റ് കാർഡിന് പോലെ തന്നെ ഒരു ടൈമുണ്ട്, അതിനായിട്ടും പെട്ടെന്നാവും. പക്ഷേ ഒരു 24 മണിക്കൂറൊക്കെ ഒരു ടൈമുണ്ട്. അപ്പം നമ്മൾ നോർമൽ പേഴ്സൻ്റെ അക്കൗണ്ട് ത്രൂ ആക്കുമ്പോൾ അപ്പം തന്നെ ക്രെഡിറ്റ് ആവും, നിങ്ങൾ കണ്ടായിരിക്കും അത്. അപ്പോൾ ക്രെഡിറ്റ് കാർഡിലും അങ്ങനെ തന്നെ. നമ്മൾ ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി ഒരു ക്രെഡിറ്റ് കാർഡിന് ഒരു 3-4 ദിവസമൊക്കെ നമുക്ക് ആ എമൗണ്ട് കൺഫേം ആവുക. അതായത് കൺഫേം ആവുകയെന്ന് പറഞ്ഞാൽ ആ മറ്റാളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുക. അത് ടൈം എടുക്കും. അപ്പോൾ അത്രയും മത്തിനുള്ളിൽ നിങ്ങൾ ഇതുപോലെ നിങ്ങൾ ഇഷ്യൂസ് ആയിട്ട് കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്ച്വലി ബാങ്കിന് റിവേഴ്സ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ UPI ആകുമ്പോൾ നോർമലി 24 മണിക്കൂറാണ്, 2 ദിവസം 3 ദിവസം ഒന്നും കിട്ടില്ല, കുറച്ച് ടൈം പീരീഡ് കുറവാണ്. അപ്പോൾ അത്രയും പെട്ടെന്ന് നിങ്ങൾ ഇതുപോലെ കംപ്ലയിൻറ്റ് ചെയ്യുന്നു അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാഷ് റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യാൻ ഞാൻ NPCIൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഗൂഗിൾ പേൻ്റെ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കുന്നു. ഗൂഗിൾ പേൻ്റെ സപ്പോർട്ട് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കാണാം. ചാറ്റ് സെക്ഷനൊക്കെ ഉണ്ട്. ഇപ്പോൾ ഗൂഗിൾ പേ ആയിക്കോട്ടെ, ഫോൺ പേ ആയിക്കോട്ടെ, ഭീം UPI ആയിക്കോട്ടെ, എല്ലാം സംഭവം സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ സ്ക്രീൻഷോട്ട് ഞാൻ അവിടെ കൊടുക്കാം, കണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രമേ പോയി കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കമ്മിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാം കണ്ടു പോകുന്നതാണ്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം, അടുത്ത വീഡിയോ കാണാം.